നമസ്കാരം. സോളാർ ഇൻസ്റ്റലേഷൻ്റെ കോസ്റ്റ് അതിനെ ഒന്ന് നമുക്ക് ഡീകോഡ് ചെയ്ത് നോക്കാം. ഞാൻ ജ്യോതിഷ് കേസ് ടെക്നിക്കൽ കൺസൾട്ടൻറ്റ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സോളാർ ഇൻസ്റ്റലേഷന് ബാധകമാകുന്ന അതിൻ്റെ കോസ്റ്റിനെ പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ്റെ റൂഫിൻ്റെ സ്ട്രക്ചറാണ്. റൂഫ് സൗത്ത് സോണിലോട്ട് ഫേസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അവിടെ ഉണ്ടാകുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്നത്, അതിൻ്റെ ഓറിയൻറ്റേഷൻ, എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഇൻസ്റ്റലേഷനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ്. സോളാർ റൂഫിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ റൂഫ് ഫേസ് ചെയ്തേക്കുന്ന ഡയറക്ഷനും ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാര്യം കൃത്യമായ ഓറിയൻറ്റേഷൻ അല്ല നമ്മുടെ ഇപ്പോഴത്തെ ലൊക്കേഷൻ എങ്കിൽ നമ്മളുടെ സ്ട്രക്ചറിൻ്റെയും അതിൻ്റെ ഡിസൈനും ചെറിയ രീതിയിലുള്ള എക്സ്ട്രാ ചേഞ്ചസ് വേണ്ടി വരും. ഈ എക്സ്ട്രാ ചേഞ്ചസ് നമ്മുടെ ഇൻസ്റ്റലേഷൻ കോസ്റ്റിനെ കൂട്ടാനായിട്ട് കാരണമാകും. രണ്ടാമത്തെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ലൊക്കേഷനിലെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. കൂടുതൽ കാറ്റടിക്കുന്നതോ കൂടുതലായിട്ട് മഴ പെയ്യുന്നതോ, ഈവൻ കോസ്റ്റൽ സൈഡ് കടൽ തീരത്തിൻ്റെ ഏരിയയൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും അല്ല മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലും ഡിഫറൻ്റ് ആയിരിക്കും. ഈ ഒരു ഡിഫറൻസ് വരുമ്പോഴും നമ്മുടെ സ്ട്രക്ചറിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പ്രൈസിങ്ങിൽ കുറച്ചുകൂടെ കൂടുതലുണ്ടാകും. ഇപ്പോൾ ഈ സ്ട്രക്ചർ എൻവയോൺമെൻറ്റിൽ വരുന്ന കാറ്റ്, വലിയ വിൻലോഡൊക്കെ വരുന്ന ഹൈ റൈസ് ബിൽഡിങ്ങിനാണെങ്കിൽ നമ്മൾ കൂടുതൽ ദൃഢതയുള്ള നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്തും കൂടുതൽ വലിയ സൈസിലുള്ള ആയിട്ടുള്ള സ്ട്രക്ചർ വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. കാരണം ഈ വിൻഡിലോട് നമുക്ക് ഈ പാനൽ കൃത്യമായി താങ്ങുന്ന രീതിയിലും ടോട്ടലായിട്ട് ഇതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള സ്ട്രക്ചർ വേണം നമ്മളവിടെ ഡിസൈൻ ചെയ്യാനായിട്ട്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻവെർട്ടറിൻ്റെ ടെക്നോളജിയാണ്. ഈ ഇൻവെർട്ടർ ടെക്നോളജി നോർമൽ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുന്നത് സ്ട്രിംഗ് ടൈപ്പ് ഇൻവെർട്ടറാണ്. പല സ്ട്രിങ്ങുകൾ, മൾട്ടിപ്പിൾ സ്ട്രിങ് യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ MPPT ഇൻസൈഡ് ഉപയോഗിച്ചിട്ടുള്ള സ്ട്രിങ്ങുകളാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ലോഡ് KW കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓരോ MPPTക്കകത്തും നിശ്ചിത പവറാണ് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. കൂടുതൽ പവർ കൺവേർട്ട് ചെയ്യാൻ മൾട്ടിപ്പിൾ ആയിട്ടുള്ള MPPT ഇൻസൈഡ് ബിൽഡ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനെ ഉപയോഗിക്കുന്ന നോർമൽ ഇൻവെർട്ടറാണ് സ്ട്രിംഗ് ഇൻവെർട്ടർ. ഈ സ്ട്രിംഗ് ഇൻവെർട്ടറിനെക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഇൻവെർട്ടേഴ്സാണ് മൈക്രോ ഇൻവെർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓരോ പാനലിൽ ഓരോ ഇൻവെർട്ടറാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതലായിരിക്കും വരിക. പിന്നീടുള്ള ഒപ്റ്റിമൈസർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നൂതനമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ കൂടുതൽ വരും. പക്ഷേ ഇതിന് ഈ സ്ട്രിംഗ് ഇൻവെർട്ടറിനേക്കാളും മൈക്രോ ഇൻവെർട്ടറിനേക്കാളും കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും. ഇത് നമ്മുടെ ഏറ്റവും വലുതായിട്ട് നമ്മുടെ പ്രൈസിങ്ങിനെ അല്ലെങ്കിൽ കോസ്റ്റിങ്ങിനെ ടോട്ടലായിട്ട് ബാധിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. മൂന്നാമതായിട്ട് വരുന്നത് ഗവൺമെൻറ് ഫീസാണ്. നമ്മൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ ഏതാണ് നമുക്ക് ഈ ലൈസൻസി, ഇലക്ട്രിക്കൽ ലൈസൻസി ആയിട്ടുള്ള ഇലക്ട്രിക്കൽ പവർ കൊടുക്കുന്ന ലൈസൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫീസിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു പേയ്മെൻറ്റും പിന്നെ അവരുടെ ഫീസുമാണ് മൂന്നാമതായിട്ട് വരുന്ന നമ്മുടെ ഒരു ചാർജ് വരുന്നത്. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫിക്സഡ് ആയിരിക്കും. നമ്മുടെ KW അനുസരിച്ച് മാറിക്കൊണ്ട് മാത്രമായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇതിൽ വരുന്ന വലിയ ചേഞ്ചസ് ഒന്നും ഈ മേ ബി ഗവൺമെൻറ് പോളിസി മാറുന്നതനുസരിച്ചോ അല്ലെങ്കിൽ ഗവൺമെൻറ് പുതിയ നയങ്ങളനുസരിച്ചോ ഈ റേറ്റിലുണ്ടാകുന്ന ചെറിയ ചേഞ്ചസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് പല രീതിയിലുള്ള സബ്സിഡികളും അവൈലബിൾ ആണ്. ഇത് നമ്മുടെ കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കോസ്റ്റ് കുറയ്ക്കുന്ന രീതിയിലാണ് ഈ പറഞ്ഞ സബ്സിഡികളെല്ലാം ഇപ്പോൾ നിലവിലുള്ളത്. ഇത് കുറച്ച് കാലം കൂടെ കഴിഞ്ഞാൽ ഗവൺമെൻറ് പോളിസി മാറുന്നതനുസരിച്ച് മേ ബി ഇതൊക്കെ ഇല്ലാതാകാനുള്ള സാധ്യതയും കാണുന്നു. അഞ്ചാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഈ സോളാർ ഇൻസ്റ്റലേഷനിൽ നമ്മുടെ കോസ്റ്റിനെ ബാധിക്കുന്ന ഏറ്റവും മെയിൻ പോയിന്റ് നമ്മൾ ഉപയോഗിക്കുന്ന സോളാർ പാനലിൻ്റെ ടെക്നോളജിയാണ്. പഴയകാല പോളിക്രിസ്റ്റലിൽ നിന്ന് പുതിയ കാല മോണോപെർക്ക് അല്ലെങ്കിൽ മോണോഫേഷ്യലിലോട്ട് കടക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു പ്രൈസ് ചേഞ്ച് പല രീതിയിലും നമ്മളെ ബാധിക്കാം. ടോട്ടൽ പ്രൊജക്റ്റ് കോസ്റ്റിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെയുള്ള കോസ്റ്റ് ഡിഫറൻസ് വരുന്ന പുതിയ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ നമുക്കത് കോസ്റ്റ് കുറച്ച് കൂടുമെങ്കിലും പലപ്പോഴും എഫിഷ്യൻസിയുടെ കാര്യത്തിലും അതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഈ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നിലവിലുള്ള പല ടെക്നോളജികളും വന്നിരിക്കുന്നത്. പിന്നീട് ഈ പറഞ്ഞ ടെക്നോളജി ബേസ് തന്നെയാണല്ലോ കുറച്ചുകൂടി അഡ്വാൻസ് ടെക്നോളജിയും കൂടിയ രീതിയിലുള്ള ഓട്ടോമേഷനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പല ബ്രാൻഡഡ് ആയിട്ടുള്ള പാനലുകൾക്കും നോർമലി ഉള്ള പാനലിനേക്കാളും ചിലപ്പോൾ കുറച്ച് റേറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന നല്ല പാനലുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള പ്രൊഡക്ഷനും അതിൽ നിന്നുള്ള ജനറേഷൻ നമുക്ക് കൂടുതലായിരിക്കും കിട്ടും. ചിലപ്പോൾ അതിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു 5% അല്ലെങ്കിൽ 2% ടോട്ടൽ കോസ്റ്റിനെ ചിലപ്പോൾ നമുക്കത് ബാധിക്കുമെങ്കിലും അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള ജനറേഷൻ പലപ്പോഴും പല രീതിയിലുള്ള കാലാവസ്ഥയിൽ, ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയിൽ അവയെല്ലാം നമുക്ക് സാധൂകരിക്കുന്ന രീതിയിലുള്ള ജനറേഷൻ ഉണ്ടാക്കി തരുന്ന രീതിയിലുള്ള ടെക്നോളജിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അവസാനമായി നിങ്ങളുടെ സോളാർ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ പ്രൈസ് ബേസ്ഡ് കമ്പാരിസൺ ചെയ്യുമ്പോൾ ടെക്നോളജി എന്നുള്ള ഒരു ഫാക്ടറിനെ കൃത്യമായി നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. വെറുതെ പ്രൈസ് കൂടി എന്നുള്ള രീതിയിൽ മാത്രമാണ് നിങ്ങളുടെ ഇൻസ്റ്റലേഷനെ തീരുമാനിക്കുന്നത്. ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങളൊന്ന് സ്റ്റഡി ചെയ്യുക. ടെക്നോളജി മാറുന്നതനുസരിച്ച് ഉണ്ടാകുന്ന ബെനിഫിറ്റുകളും അതുവഴി നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളും എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം.